ഫോട്ടോഗ്രാഫി എന്ന ഒരു മേഖലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കുട്ടികൾ വളരെ വേഗത്തിൽ അതിൽ ആകൃഷ്ടരാകാറുണ്ട്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന തൊഴിൽ മേഖല ഒരുപക്ഷെ സ്വയം തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖലകളിൽ ഒന്നുകൂടിയാണ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയെ നമുക്ക് വിവിധങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്വാളിറ്റീസ് അയാൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ താല്പര്യങ്ങളെ, ഈ സാഹചര്യങ്ങളെ, ഓരോ നിമിഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെ ഒക്കെ ക്യാമറയിലാക്കാൻ കഴിയുന്ന പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്ന, തിളങ്ങാൻ കഴിയുന്നൊരു മേഖലയാണ്. അതിന് ടൈം ബൗണ്ടഡ് ആയിട്ടൊന്നും പലപ്പോഴും വർക്ക് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ വളരെ കാരണം നമുക്കറിയാം, ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന മേഖല തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. വെഡ്ഡിങ് ആൻഡ് ഈവൻറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു മേഖല നമുക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൂടാതെ നമുക്ക് മോഡലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, അഡ്വർടൈസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ ഒക്കെ സാധ്യതകളുണ്ട്. ഗവേഷണ മേഖലകളിൽ സാധ്യതകളുണ്ട്. ഫോറൻസിക് മേഖലകളിൽ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സാധ്യതകളെ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഇതിലേതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്? ഓരോന്നിനും ഓരോ തരത്തിലുള്ള സ്കില്ലുകളും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മീഡിയ ആയി ബന്ധപ്പെട്ട ഒരു ജേർണലിസം, ഫോട്ടോ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും +2 കഴിഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ ഫോട്ടോ ജേർണലിസം പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ അവസരമുണ്ട്. കേരള മീഡിയ അക്കാഡമി ഇതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുന്നൊരു സ്ഥാപനമാണ്. അവിടെ നമുക്ക് 6 മാസം നീണ്ടു നിൽക്കുന്നൊരു പ്രോഗ്രാമിലൂടെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്, ഫോട്ടോഗ്രാഫി ജേർണലിസത്തിൽ ഏത് രീതിയിൽ ആപ്ലിക്കബിൾ ആകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു പഠനം നടത്താൻ അല്ലെങ്കിൽ ധാരണ വളർത്താൻ ഉതകുന്ന ഒരു കോഴ്സാണ്. ഇനി അതല്ല, നമുക്ക് താല്പര്യമുള്ള മറ്റൊരു മേഖലയാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയോടാണ് താല്പര്യം. അപ്പോൾ ഇതിന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനായിട്ട് നമുക്കൊരു 16 മണിക്കൂർ പ്രോഗ്രാം നമുക്ക് അവൈലബിൾ ആണ്. നോളജ് ഇക്കോണമി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് വളരെ ചെറിയ ഒരു ഫീസിനോടുകൂടി പഠിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. 16 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർ ഓൺ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഏതാണ്ട് എല്ലാ മേഖലകളും കടന്നു പോകുന്ന, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ വളർത്താൻ കഴിയുന്നൊരു പ്രോഗ്രാമാണത്. അതും കൂടാതെ ഇനി അതല്ല, കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അതിനുള്ള സൗകര്യവും നമുക്കുണ്ട്. കെൽട്രോണും ഒക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, സിനിമാറ്റോഗ്രാഫി പോലുള്ള മേഖലയോടാണ് താല്പര്യമെങ്കിൽ, വീഡിയോ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മേഖലയോടാണ് താല്പര്യമെങ്കിൽ അതിനും നമുക്ക് KR നാരായണ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ മീഡിയ പോലെയുള്ള മികച്ച സ്ഥാപനങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ ലഭ്യമാണ്. കേരളത്തിന് പുറത്തും ധാരാളം സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ സിനിമയും ഈ സിനിമാറ്റോഗ്രാഫിയും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയും ഒക്കെ പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകളുമൊക്കെ വിവിധ സർവകലാശാലകൾ, വിഷ്വൽ ആർട്സ് എന്ന പേരിലുമൊക്കെ നമ്മുടെ കേരളത്തിൽ വിവിധ സർവകലാശാലകളിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് ഡിഗ്രിക്ക് പാരലായിട്ട് ഇത്തരം കോഴ്സുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, നിങ്ങളിപ്പോൾ ഒരു സയൻസ് സ്ട്രീമിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്, അതിൻ്റെ ഇടയിൽ ക്യാമറയും ഫോട്ടോഗ്രാഫിയും ഒക്കെ എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം മുൻപുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനല്ല. നമ്മളുടെ കോഴ്സ് ബാസ്ക്കറ്റ് നമുക്ക് തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോഴ്സ് ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകളെ ആഡ് ഓൺ ചെയ്യപ്പെടാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന് പാരലായിട്ട് ഇത്തരത്തിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള പഠന മേഖലകളെയും നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിവിധതരം ക്യാമറകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അതേപോലെ തന്നെ ലെൻസുകളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അതേപോലെ തന്നെ ഷട്ടർ സ്പീഡിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ, ലൈറ്റിങ്ങും പൊസിഷനിങ്ങും അടക്കമുള്ള മേഖലകളെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മേഖലയെക്കുറിച്ചുള്ള ധാരണകൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സറൗണ്ടിങ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ലൊക്കേഷനെ കുറിച്ച് ഒക്കെയുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മുൻധാരണ ഇയാളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആ ചിത്രത്തെ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയുകയുള്ളൂ.
തൊഴിൽ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ നമുക്ക് ഫോട്ടോ എടുത്താൽ മാത്രം പോലെ ഇമേജിനെ ആർച്ചീവ് ചെയ്യുന്ന, ഇതിനെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഒരു തൊഴിൽ മേഖല കൂടി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മുമ്പിൽ ലഭ്യമാണ്. വെറും ഫോട്ടോഗ്രാഫി മാത്രമല്ല, ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, അത് എഡിറ്റ് ചെയ്യണം, അതേപോലെ തന്നെ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യണം. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചുമതലകളുടെ ഒരു അതായത് ഫയലിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ഫ്രെയിമിംഗ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ആൽബം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മേഖലകൾ. അപ്പോൾ ഈ മേഖലകളിലൊക്കെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ഫോട്ടോഷോപ്പ് പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള സോഫ്റ്റ്വെയർസൊക്കെ പലപ്പോഴും ആപ്ലിക്കേറ്റ് ചെയ്യപ്പെടാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള കാലാകാലങ്ങളിൽ വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ ഈ രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാനും വിജയിക്കാനും കഴിയുകയുള്ളൂ. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതും വളരെയധികം, ഏതാണ്ട് 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഒരു ദിവസം ഫോട്ടോഗ്രാഫിയിൽ നിന്ന് സമ്പാദിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത്രയും ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കരിയർ തന്നെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. പത്രമാധ്യമങ്ങളിൽ ജോലി കിട്ടുന്നതിന് മാത്രമല്ല, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും ഫോട്ടോ ജേർണലിസം പഠിച്ച ഒരാൾക്ക്. അതുകൂടാതെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റുകളുണ്ടാകും. പോലീസ് സേനയിൽ ഒരു കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഒരു ക്രൈം സീനിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സേനയിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ആവശ്യം സർക്കാർ തലത്തിലും പൊതുമേഖലാ തലത്തിലും ആവശ്യമുണ്ട്. സ്വകാര്യ രംഗത്താണ് ഏറ്റവും അധികം സാധ്യതകളും ഏറ്റവും അധികം പൊട്ടൻഷ്യലും അവർക്ക് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഈ സാധ്യതകളെല്ലാം ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ മോഡലിംഗ് പോലുള്ള മേഖലകൾ, അഡ്വർടൈസിങ് പോലുള്ള മേഖലകൾ, അവിടെയൊക്കെ വളരെ വിശാലമായ സ്കില്ലുകൾ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, ഒരാളുടെ മികവുകളെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന മേഖലകളാണ്. അതേപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, ഫിസിക്കലി വളരെ ഫിറ്റായിട്ടുള്ള, കാടിനെ ഇഷ്ടപ്പെടുന്ന, വന്യജീവികളെ ഇഷ്ടപ്പെടുന്ന ഒരു നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും നല്ലതുപോലെ അറിയേണ്ടതുണ്ട്. മൃഗങ്ങളെയും പക്ഷികളെയും നമുക്ക് കാണണമെങ്കിൽ പോകാനുള്ള സമയങ്ങൾ കൃത്യമായിട്ട് അറിയണം, അല്ലേ? പക്ഷികളെയൊക്കെ നമുക്കിപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ബേർഡ് വാച്ചിങ്ങിന് ഏറ്റവും നല്ല സമയം എന്ന് പറയും. കാരണം ഇവ ഇര തേടി തിരിച്ചെത്തുന്ന സമയം അതാണ്. ആ സമയത്ത് നമ്മൾ വളരെ വെളുപ്പിനെ എഴുന്നേറ്റ് പോകേണ്ടി വരും. അതുപോലെ തന്നെ രാത്രിയിലായിരിക്കും പലപ്പോഴും വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്യജീവികളുടെ പ്രതികരണങ്ങൾ, പലപ്പോഴും വന്യജീവികളുടെ വളരെ അടുത്ത് പോയി ചിത്രമെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? വന്യജീവികളുടെ റിയാക്ഷനെക്കുറിച്ച്, അവരുടെ ആ ഒരു സൈക്കോളജി വളരെ കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ അത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വെറും ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ആ ഒരു ഡിവൈസിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റിക് സെൻസിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ടെക്നിക്കൽ ആർട്ടിസ്റ്റിക് ബ്ലെൻഡിങ് നടക്കുന്ന ഒരു മേഖലയാണ് ഫോട്ടോഗ്രാഫി അടക്കമുള്ള മേഖല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഫോട്ടോഗ്രാഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമെന്ന് പറയുന്നത്, അതിന് പലപ്പോഴും ഒരു സമയ പരിധിക്കുള്ളിൽ ഈ തൊഴിൽ മേഖലയെ നമുക്ക് നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൊമെൻറ്റ്സ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ കീനായിട്ട് ഏറ്റവും നല്ല ചിത്രങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും അത്തരത്തിലുള്ള ചിത്രങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ടായിരിക്കും ചിലപ്പോൾ നല്ല ചിത്രങ്ങൾ കിട്ടുക. അപ്പോൾ ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിവുള്ള, നല്ല ക്ഷമാശീലമുള്ള, അതേപോലെ തന്നെ നല്ല ആർട്ടിസ്റ്റിക് സെൻസുള്ള, ഫോട്ടോഗ്രാഫിയിൽ പാഷനേറ്റ് ആയിട്ടുള്ള, ടെക്നിക്കൽ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ നോ ഹൗ ഉള്ള, ആ ഡിവൈസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുള്ള ആർക്ക് വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന, ഒരുപക്ഷെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞൊരു കുട്ടിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഏറ്റവും മികച്ച സാധ്യതകൾ തന്നെയാണിത്. സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന, സ്വന്തമായി ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന, ഫോട്ടോഗ്രാഫിയുടെ മേഖലകളെ വളരെ വിപുലമാക്കിയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് വെഡ്ഡിങ് എടുത്തു കഴിഞ്ഞാൽ പ്രീ വെഡ്ഡിങ്ങും വെഡ്ഡിങ്ങിന് ശേഷവും ഒക്കെയുള്ള ഫോട്ടോഗ്രാഫിയെ ഇനം തിരിച്ച് സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറയുന്നതിനെ ഒരു ഈവൻ്റാക്കി തന്നെ മാറ്റിക്കൊണ്ട് നമ്മൾ അവിടെ പ്രത്യേകം സ്പേസുകൾ
കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഓരോന്നിനും ഒരു സ്പെഷ്യലൈസേഷൻ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്ഷണ പാചകവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളുണ്ട്, അല്ലെ കുലിനറി ആർട്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിയുടെ ഒരു സ്ഥാനം. അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ച് സാധ്യതകളുടെ അനവധിയായ ഒരു കലവറ തന്നെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. സ്വന്തമായിട്ടും സർക്കാർ സ്ഥാപനങ്ങളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ വർഷവും അവർക്ക് പുതിയ പുതിയ ബ്രോഷറുകൾ അടിക്കേണ്ടി വരും. ആ ബ്രോഷറുകൾക്ക് കാലോചിതമായ മാറ്റങ്ങളോടെ വളരെ മനോഹരമായ ചിത്രങ്ങളുടെ അകമ്പടിയോടെയാണ് നമ്മൾ പലപ്പോഴും അത്തരത്തിലുള്ള ബ്രോഷറുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. ഇവിടെയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറുടെ റോള് വളരെ വലുതാണ്. ആ സാധ്യതകളെ എത്രമാത്രം ഭംഗിയായി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത് ആ കുട്ടിയുടെ ഒരു താല്പര്യത്തെ കൂടെ ബാധിക്കുന്ന ഘടകമാണ്, അല്ലെങ്കിൽ അതിനെ കൂടെ പരിഗണിക്കപ്പെടേണ്ട ഘടകമാണ്.